ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു യാത്രയിലാണ്. നമ്മൾ പോകുന്നത് ഇൻഡോർ മാച്ച് ഉണ്ട്. നമുക്ക് നമ്മുടെ കമ്പനി ATRP ഗ്രൂപ്പിൻ്റെ ഒരു ഇൻഡോർ മാച്ച് ഉണ്ട്. അത് ദുബൈയിൽ വെച്ചാണ് നടക്കുന്ന. ദുബൈയിലേക്ക് നമ്മളെല്ലാവരും പോകണം. അതൊക്കെ കണ്ടില്ലേ, കൊച്ചോളുപ്പാങ്കാലത്ത് എണീപ്പിച്ച് വണ്ടിയിലിരുത്തി കൊണ്ടുപോകണം. ഇതൊക്കെ കളിക്കുമോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇതാണ് നമ്മുടെ ബാറ്റ്. ഇനി ഒരു ബാറ്റ് കൂടെ ഉണ്ട്, SS-ൻ്റെ ബാറ്റാണ്. പിന്നെ ഇത് കമ്പനി സ്പോൺസറാണ്. പിന്നെ ഇതെല്ലാവരും കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും അല്ല, പക്ഷേ എല്ലാവരും കളിക്കാൻ വേണ്ടിയിട്ട് പോകും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ദുബൈയുടെ തിരുവേദികളിലൂടെ നമ്മളിങ്ങനെ പോവാണ്. പിന്നെ എൻ്റെ ജേഴ്സി ഇതാണ്. ഇത് ഗ്രീൻ കളർ, ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. എനിക്ക് നല്ല കളർ ഇഷ്ടപ്പെട്ട് എൻ്റെ നമ്പർ 9 ഞാൻ പക്ഷേ ചൂസ് ചെയ്തത് 7 ആയിരുന്നു പറഞ്ഞത്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. റൊണാൾഡോരെയൊക്കെ ഇത് വെച്ചിട്ട് ചൂസ് ചെയ്തതാണ്. സ്റ്റാർ വാരിയേഴ്സ് ആണ് നമ്മുടെ ടീമിൻ്റെ പേര്. നബൂദ് ആണ് സ്പോൺസർ ചെയ്യുന്ന ക്രിക്കറ്റ്. ഫുഡെല്ലാം അവർ തന്നെയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഇനി അവിടെ ചെന്നിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ മാക്സിമം നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും. പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ക്വാളിറ്റിയിൽ പ്രശ്നം ഉണ്ടാവും. പിന്നെ അവിടുത്തെ നോയ്സ് ഒരുപാടുണ്ടാവും. ഇതെല്ലാം നിങ്ങൾ സഹിക്കണം, ക്ഷമിക്കണം. എൻ്റെ വീഡിയോയെ നിങ്ങൾ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാത്തവർ ചെയ്തേക്കണേ. കാര്യം ഞാൻ ഒരുപാട് ഷോർട്സുകളും വീഡിയോസും ഒക്കെ ഇടുന്നുണ്ട്. ആരും ഒന്നും ചെയ്യില്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്തോ. അപ്പോൾ അവിടുത്തെ വീഡിയോ ആയിട്ട് വരുന്നു. പിന്നെ ലൈനായിട്ട് ഇങ്ങനെ തരംതിരിച്ചിരുത്തിയിട്ട് അവർക്കുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് മെയിനായിട്ട് നമ്മൾ കാണുന്നത്. ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും മൊത്തം 24 ടീമുകളുണ്ട്. ഇവിടെ 4 ടർഫുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവരെന്താണ് പറയണതെന്നുള്ളത് നമുക്ക് കൂടുതൽ കേൾക്കാം. ഓക്കെ. और 20 साल से मैं इनके साथ जुड़ चुका हूं और हमारे बीच में क्रिकेट के शाहरुख खान, फुटबॉल के सलमान खान हमारे बीच में है. ओम कुमार सर, जोरदार तालियां. He's going to say few words. He's more passionate about cricket and we want everybody to play that game in a true discipline and sportsmanship. Good morning. Assalamualaikum. CBSE cricket. CBSE cricket. First of all, thank you very much to all of you for making this a very success every year. Your participation is the success of this event. Thanks goes to all of you and your company management and your friends and family who are coming here and making this a wonderful event. Thank you very much to all of you and have a wonderful time. So guys, so यहाँ पे डिग्निटरीज आपको देखते रहेंगे साथ साथ हमारे बीच में. अब देखे होंगे सबसे बड़े स्टार सर. एक बार यहाँ पे बात नहीं करनी है, सिर्फ जोरदार तालियां साथ भाई के लिए. हमेशा आपके साथ रहेंगे. कोऑर्डिनेशन, कम्युनिकेशन सब साथ भाई की तरफ से हमेशा रहेगा. ऑलराइट. और जब भी बोल रहे हैं हम सुनेंगे और आपको बताते रहेंगे. राइट. चौधरी साहब कुछ कहना चाहेंगे? All the rules and the regulation you all know about it, but still हमारे बीच में है अभी बोल जोरदार तालियां स्पोर्ट्स के मैनेजर and he's going to brief you on the rules and the regulation. ഇത് കഴിഞ്ഞ ഉടനെ നമ്മുടെ വാമപ്പ് സെഷൻ ആയിരുന്നു. ഇത് വാമപ്പ് സെക്ഷനാണ്. വാമപ്പ് കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ ടോസിങ്ങിലാണ് പോയത്. 4 ഗ്രൗണ്ടാണ് അവിടെ ഉള്ളത്. അന്ന് 4 ഗ്രൗണ്ടിലുള്ളവർക്ക് ആദ്യം ടോസ് ഇടും, എന്നിട്ടാണ് മാച്ച് തുടരുന്നത്. അപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായി അതിന് അടുത്ത 4 മാച്ചിന് വേണ്ടിയിട്ട് റെഡിയായി പ്രിപ്പയറായി നിൽക്കണം. അതാണ് അവിടുത്തെ സെക്ഷൻ. അപ്പോൾ ടോസിങ് എങ്ങനെയാണെന്നുള്ളത് കാണാം നമുക്ക്. और शाम में मुरली सर कह रहे हैं कि बॉल बहुत ही हार्ड पिच होने वाली है. बैट्समैन के लिए एकदम धमाल होने वाला है यहाँ पे. ओके. यस सर. ओवर टू यू. गुड नंबर 1 प्लीज. ओके. Here is the ball.
Hey, और टॉस जीत गए सर, ये लकी है। CVH bowling, good there, now let's start. बाद में ब्रेकफास्ट नहीं किया तो बाद में ले। ऑल इंडिया bowling, कोड नंबर 2 पे अपने टीम के साथ जाए। ऑल इंडिया, auto straight is here. This board. All India. Here, this board. ക്രോസിംഗ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ മാച്ചിലേക്ക് കിടന്നു. ഞാനും സഫീറുമാണ് ഒരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഓവർ മാച്ചാണ്. 8 ഓവർ മാച്ചിൽ നമുക്ക് 8 പേരും ബൗൾ ചെയ്യണം, 8 പേരും ബാറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 ഓവർ വെച്ചിട്ടാണ് ഒരു പെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സഫീറുമാണ് ബാറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പെയറാണ്. അപ്പോൾ നമുക്ക് 2 ഓവർ ഉണ്ടാവും. അതിൽ എത്ര വിക്കറ്റ് വീണാലും നമ്മൾ ആ 2 ഓവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ 8 ഓവർ 4 പേരായിട്ട് ബാറ്റ് ചെയ്തിരിക്കണം. അതാണ് ഇതിൻ്റെ റൂൾ, ഇൻഡോർ മാച്ചിൻ്റെ റൂള് വരുന്നത്. അപ്പോൾ ഞാൻ സഫീറും ബാറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ റണ്ണൗട്ട് ആയി കഴിഞ്ഞാൽ, റൂൾസിൽ വരുന്ന റണ്ണൗട്ട് ആയി കഴിഞ്ഞാൽ 5 റണ്ണ് മൈനസ് ആവും. നമ്മുടെ സ്കോറിൽ നിന്ന് 5 റണ്ണ് മൈനസ് ആവും. അതുപോലെ ക്യാച്ച് ഔട്ട് ആയ 5 റണ്ണ് മൈനസ് ആവും. പിന്നെ നമ്മുടെ 6 അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 6 അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ റണ്ണ് നമ്മൾ എടുക്കണം, +1. അപ്പോൾ ഒരു 7 റണ്ണ് നമുക്ക് കിട്ടും. 4 അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ റൺ എടുക്കണം, അപ്പോൾ 5 റൺ കിട്ടും. അതായത് 4+1. അതാണ് ഇതിൻ്റെ റൂള്. അപ്പോൾ ആ റൂള് പ്രകാരം നമുക്ക് ഇത് കളിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും സ്കോർ ഒരു 70-75 ഒക്കെ മാക്സിമം നല്ല കളിക്കുന്ന ടീമിനൊക്കെ വരുന്നുള്ളൂ. ഞങ്ങളവിടെ നോക്കിയിട്ട് അതൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ ഈ മാച്ചിൽ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. കാര്യം നല്ല മൈനസ് പോകും. എങ്ങനെ പോയാലും ഇൻഡോർ ആയതിനെ കൊണ്ട് കുറഞ്ഞ സ്പേസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് മൈനസ് റണ്ണ് വരുന്നതിനെ കൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഓടി കഷ്ടപ്പെട്ട് കളിച്ചിട്ട് തന്നെ നമുക്ക് ഒരു 53 റൺസ് വരെ നമ്മൾ ഒപ്പിച്ചെടുത്തു. ഈ നമ്മൾ ഓപ്പോണൻ്റ് ആയിട്ടുള്ള ടീം ഹാബിറ്റേറ്റ് സ്കൂളായിരുന്നു, നമ്മളെ തൊട്ടടുത്തുള്ള തന്നെ. അവരെ നമ്മൾ ഈ കളിയിൽ നല്ല രീതിക്ക് തോൽപ്പിച്ചു. അവർക്ക് തുടക്കത്തിൽ തന്നെ മൈനസ് ഒരുപാട് കിട്ടി. നമ്മൾ ഒരുപാട് റണ്ണൗട്ട് ക്യാച്ചുമൊക്കെ ആയി ബൗൾഡൊക്കെ ആക്കിയതിനെ കൊണ്ട് അവർക്ക് ഒരുപാട് മൈനസ് ആയി. നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഗെയിമിൽ. അതുകൊണ്ട് നമ്മൾ ഈ ഗെയിം നമ്മൾ ജയിച്ച് നമ്മൾ ക്വാർട്ടറിൽ എത്തുകയും ചെയ്തു. അപ്പം ഞാൻ ലാസ്റ്റ് എന്തായാലും എനിക്ക് ഇഞ്ചുറിയൊക്കെ പറ്റി. സോ ഞാൻ റണ്ണൗട്ട് ആവാതിരിക്കാൻ ലാസ്റ്റ് ഒന്ന് വീണു. അവിടെ അപ്പുറത്ത് സഫീറും വീണു, ഇപ്പുറത്ത് ഞാനും വീണു. കാര്യം റണ്ണൗട്ട് ആയി കഴിഞ്ഞാൽ 5 റണ്ണ് മൈനസ് ആവല്ലേ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ചു പോകും. ഇതാണ് ഞാൻ വീഴുന്ന കാഴ്ച ഇതാണ്. സഫീർ ഓടി അങ്ങ് എത്തുകയും ചെയ്തു. ഞാനൊട്ടും അവിടുന്ന് ഓടിയിട്ടില്ല. അവസാനം എറിയുന്നു കാണുന്ന സമയത്ത് ഞാൻ വന്ന് വീഴുകയും ചെയ്തു. എന്തായാലും ഓക്കെ, നമുക്ക് നല്ല രീതിക്ക് മാച്ച് കളിക്കാൻ പറ്റി. ഇതിൽ ഞാൻ മാച്ച് ലാസ്റ്റ് സ്കോർ ബോർഡ് വെക്കാം. ആ വീഴ്ചയിൽ എനിക്ക് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. ഇതാണ് ചെറിയ മുറിവ്, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ സ്കോർ ബോർഡ്. ആ 53 നമ്മളെടുത്ത് 26 അവർ. അപ്പോൾ അതിൽ ജയിച്ചു. അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ജോളിയായിട്ട് ഇങ്ങനെ തിരിച്ചു പോവാണ്. ഇതാണ് എൻ്റെ കൂടെ ഇറങ്ങിയ സഫീർ. അവ ഇപ്പോൾ തലയിലൊക്കെ മുണ്ടിട്ടിരിക്കുക. അവൻ്റെ തലമുടി കാണണ്ടെന്ന് വെച്ചിട്ടാണ് തോന്നുന്നു. കാണിക്കാം ഞാൻ. ദാണ്ടിരിക്കുന്നുണ്ടോ, തലയിലൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് കവർ ചെയ്തിട്ട് അവ ഇരിക്കുകയാണ്. അവൻ്റെ മുഖം കണ്ട തല കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തു. നല്ല കളിയായിരുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവൂ. അപ്പോൾ ശരി, ബൈ ബൈ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.